ആകെയുള്ള ഈ H1B വിസ ലഭിക്കുന്നതിൽ 70% ഇന്ത്യൻ വംശജരാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ്. സുന്ദർ പിച്ചയെ പോലെയുള്ള ആളുകളുടെ കഴിവുകളൊക്കെ എടുത്താൽ നമുക്കറിയാം നമ്മുടെ ആളുകളാണ് ഈ അമേരിക്കയിലെ സുപ്രധാനങ്ങളായിട്ടുള്ള പല കോർപ്പറേഷനുകളെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കയെ അപകടത്തിലാക്കുന്ന തീരുമാനമാണ്. ഇന്ത്യയെ അപകടത്തിലാക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ആവശ്യത്തിലധികം ആശ്രയിച്ചു എന്നുള്ളതാണ്. അത് ഇന്ത്യ ഭരണകൂടം മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അദ്ദേഹം, ഈ ട്രംപ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. 2020 ഫെബ്രുവരി മാസം എഴുതിയ ഒരു ലേഖനം, ആ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ ട്രംപിന് മുമ്പിൽ കുമ്പിട്ട് ഇന്ത്യ എന്നാണ്. അതിനകത്ത് ഈ ട്രംപ് നമ്മളെ എപ്രകാരമാണ് ദ്രോഹിക്കുന്നത് എന്ന് 2020 ഫെബ്രുവരിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 10 കാര്യങ്ങൾ ഈ ട്രംപ് ഇന്ത്യയെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ അന്ന് എഴുതിയിട്ടുണ്ട്. ഏറ്റവും അധികം ഇന്ത്യയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ ഭരണകാലം മുതൽ ഇന്ത്യയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റാണ് ഈ ഡൊണാൾഡ് ട്രംപ്. സർ, H1B വിസ അപേക്ഷകർക്ക് $1,00,000, ഏതാണ്ട് 88 ലക്ഷം രൂപ വാർഷിക ഫീസ് ഏർപ്പെടുത്താനുള്ള പ്രഖ്യാപനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ വിസയിലുള്ളവരിൽ 70%-ലധികവും ഇന്ത്യക്കാരാണെന്നിരിക്കെ തീരുമാനം നമ്മളെ എങ്ങനെയാണ് ബാധിക്കുക? ഇന്ത്യയിലെ ഈ ടെക്നോളജിക്കൽ ഫീൽഡിലും ഫിനാൻഷ്യൽ ഫീൽഡിലും ഏറ്റവും പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നതാണ് അമേരിക്കയിലെ ഈ ടെക്നോളജി ഫിനാൻഷ്യൽ മേഖലയിലെ ജോലി. അതിന് അവർ എടുക്കുന്ന വിസയാണ് H1B വിസ. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ ആകെയുള്ള ഈ H1B വിസ ലഭിക്കുന്നതിൽ 70%-ലേറെ ഇന്ത്യൻ വംശജരാണ് അല്ലെങ്കിൽ ഇന്ത്യക്കാരാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ ഇത്രയും ബൗദ്ധികമായി വളർന്ന ഈ ഇന്ത്യൻ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതീക്ഷയാണ്, വലിയൊരു സ്വപ്നമാണ് ഈ ജോലി എന്ന് പറയുന്നത്. അത് അവർ വെറുതെ ആരുടെയെങ്കിലും സൗജന്യം കൊണ്ട് നേടുന്നതല്ല, അവരുടെ കഴിവ് കൊണ്ട് നേടുന്നതാണ്. നമുക്ക് അമേരിക്കയിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്ന സുന്ദർ പിച്ചയെ പോലെയുള്ള ആളുകളുടെ കഴിവുകളൊക്കെ എടുത്താൽ നമുക്കറിയാം നമ്മുടെ ആളുകളാണ് ഈ അമേരിക്കയിലെ സുപ്രധാനങ്ങളായിട്ടുള്ള പല കോർപ്പറേഷനുകളെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളാണ് ഇന്ത്യക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ. അപ്പോൾ അവരുടെ അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ അവർ നേടുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ട്രംപ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചുങ്കം എന്ന് പറയുന്ന യുദ്ധം, ആ യുദ്ധത്തിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ഏറ്റവും വളരെ അപകടകരവും എന്ന് പറയാവുന്ന ഒരു അഭ്യാസമാണ് വാസ്തവത്തിൽ $8,000 ഉണ്ടായിരുന്ന ഈ ഫീസ് $1,00,000 വർദ്ധിപ്പിച്ചിരിക്കുന്നത്. എന്തുമാത്രം അതിഭീമമായി, അതായത് ഒരു കാരണവശാലും ഇത്തരം പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി അമേരിക്കയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇതിനെതിരെ അമേരിക്കയിൽ നിന്ന് ഉടൻ തന്നെ പ്രതികരണങ്ങൾ വന്നിരിക്കുകയാണ്. ഇത് അമേരിക്കയെ അപകടത്തിലാക്കുന്ന തീരുമാനമാണ്, ഇന്ത്യയെ അപകടത്തിലാക്കുന്നതിനേക്കാൾ കൂടുതൽ കാരണം അമേരിക്കൻ കോർപ്പറേഷനുകൾക്കും പലതരത്തിലുള്ള ടെക്നോളജിക്കൽ കോർപ്പറേഷൻ ആവട്ടെ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ആവട്ടെ, ഇവയ്ക്കെല്ലാം ഈ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളുടെ എന്തുകൊണ്ടാണ് 73% ആളുകൾ ഇന്ത്യയിൽ നിന്ന് പോകുന്നത്? ഈ മേഖലയിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ എന്നുള്ളത് കൊണ്ടാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ $1,00,000 ഇത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് പോകാൻ കഴിയത്തില്ല, അതിന് പകരം അമേരിക്കക്കാർക്ക് കിട്ടുമെന്ന് പറയുന്നതിനേക്കാൾ വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനം വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് തന്നെ ഒരാൾ പറഞ്ഞിട്ടുമുണ്ട്. അതായത് ഈ ട്രംപിനെ ഇത്തരം കാര്യങ്ങളിൽ ഉപദേശിക്കുന്നവർക്കാർക്കും ഈ മേഖലയിലെ പ്രശ്നങ്ങളെ കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഈ മാതിരിയുള്ള ഈ വങ്കൻ തീരുമാനങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ ട്രംപ് പുറപ്പെടുവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യ വളരെ വലിയ രീതി, പ്രത്യേകിച്ച് ഈ പറഞ്ഞ തരത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ആളുകൾ അമേരിക്കയിലെ മെച്ചപ്പെട്ട ജോലിയും മെച്ചപ്പെട്ട ശമ്പളവും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയ്ക്കേറ്റ വലിയ തിരിച്ചടിയാണ് വാസ്തവത്തിൽ നമുക്ക് ഈ ഉണ്ടായിരിക്കുന്ന തീരുമാനം. അത് ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചയിലെ ഒരു തുറുപ്പ് ചീട്ടായി കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അത് ഈ ഔട്ട്സോഴ്സിങ്ങിന്റെ മേഖലയിലേക്ക് വരെ, മറ്റ് മേഖലകളിലേക്ക്, സർവീസ് മേഖലകളിൽ ഇതുവരെ കൈവച്ചിരുന്നില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ടാണ് സർവീസ് മേഖലയിലേക്ക് അദ്ദേഹം കൈവയ്ക്കുന്നത്. മറ്റ് മേഖലകൾ, ഔട്ട്സോഴ്സിങ്ങിന്റെ മേഖലകളിലേക്ക് കൂടെ കൈവച്ചു കഴിഞ്ഞാൽ അത് കുറെ കൂടി അപകടകരമാകും. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ ഒരേ സമയം ട്രംപ് മോഡിയെ എൻ്റെ സുഹൃത്തെന്ന് വിളിക്കുകയും നമ്മൾ ഉടനെ തിരിച്ച് സുഹൃത്തെന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ഇന്ത്യയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ ഭരണകാലം മുതൽ ഇന്ത്യയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റാണ് ഈ ഡൊണാൾഡ് ട്രംപ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ
ഞാൻ ഈ ശ്രീമൻ നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ 2014 മുതൽ 24 വരെയുള്ള കാലത്തെ വിദേശ നയത്തെക്കുറിച്ച് 2020 ഫെബ്രുവരി മാസം എഴുതിയ ഒരു ലേഖനം, ആ ലേഖനത്തിന്റെ തലക്കെട്ട് തന്നെ ട്രംപിന് മുമ്പിൽ കുമ്പിട്ട് ഇന്ത്യ എന്നാണ്. അതിനകത്ത് ഈ ട്രംപ് നമ്മളെ എപ്രകാരമാണ് ദ്രോഹിക്കുന്നത് എന്ന് 2020 ഫെബ്രുവരിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് 10 കാര്യങ്ങൾ, ഈ ട്രംപ് ഇന്ത്യയെ ദ്രോഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ അന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് നമ്മളെ ആക്ഷേപിക്കുന്ന, അതായത് ഇപ്പോഴും അദ്ദേഹം എടുക്കുന്ന നടപടിയുടെ അടിസ്ഥാനം അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള അഭിപ്രായമാണ് ഈ ചുങ്കം ഏർപ്പെടുന്നത് സംബന്ധിച്ച്. ഇന്ത്യക്ക് ചുങ്കരാജാവെന്ന് ബഹുമതി ചാർത്തി തന്നത് അദ്ദേഹമാണ് ഒന്നാമത്. 2, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മേഖലയുമായി ബന്ധപ്പെട്ട H1B വിസ, അമേരിക്കയിലെ പ്രവാസി പ്രൊഫഷണലുകൾക്കുള്ള H1B വിസകൾ റദ്ദാക്കുകയും നിയന്ത്രിക്കുകയും ചെയ്ത് ഇന്ത്യൻ IT വിദഗ്ധർക്ക് അന്ന് 2020 ഒരു നടപടി അദ്ദേഹം ചെയ്തിരുന്നു. അതിന്റെ ഒരു തുടർച്ചയാണ് ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ നമുക്ക് ഇപ്പോ ഈ കാണേണ്ട ഒരു കാര്യം, ഈ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പൈസ അയക്കുന്ന ആളുകളുടെ ആ പൈസയുടെ മുകളിൽ 1% ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ H1B വിസയിലൂടെ അമേരിക്കയിൽ ചെന്ന ആളുകൾക്ക് അമേരിക്കയിൽ വെച്ച് കുട്ടികൾ ഉണ്ടായാൽ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്കെല്ലാം പൗരത്വമുണ്ട് എന്ന് അമേരിക്കൻ ഭരണഘടന പറയുന്നുണ്ട്. എന്നാൽ അതുപോലും നൽകാൻ തയ്യാറല്ല. H1B വിസ പോലെയുള്ള എടുത്തു വരുന്ന ആളുകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ ആ കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക്, അത് കോടതി റദ്ദാക്കിയെങ്കിലും അത്തരം തീരുമാനങ്ങൾ വരെ എടുത്തിരിക്കുന്നു ഇന്ത്യയെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രംപ്. അതുപോലെ തന്നെ GSP എന്ന് പറയുന്ന ജനറലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസിൽ നിന്ന് ഇന്ത്യയെ ഒഴിവാക്കി. അതിലൂടെ അമേരിക്കയിലേക്ക് പ്രതിവർഷം $560 കോടി കയറ്റുമതിക്ക് ഡ്യൂട്ടി ഫീ ലഭിച്ചിരുന്നത് ഇല്ലാതായി. നമുക്ക് അന്ന് 2020 തീരുമാനത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ ഉരുക്ക് അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്കുള്ള ചുങ്കം അന്ന് 2020 കൂട്ടി. കാലാവസ്ഥാ വ്യതിയാനത്തിനുള്ള കാരണക്കാർ ഇന്ത്യയും ചൈനയും റഷ്യയുമാണ് എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ശുദ്ധവായുവോ ജലമോ പോലുമില്ല എന്ന് ആക്ഷേപിച്ചു നമ്മളെ. അപ്പൊ പിന്നൊന്ന്, 6ാമത്തത്, ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതിലൂടെ എണ്ണവില വർദ്ധിക്കാനും അതിലൂടെ എണ്ണ ഇറക്കുമതിക്ക് കൂടുതൽ തുക ചെലവഴിക്കാനും ഇന്ത്യയെ നിർബന്ധിതമാക്കി. അതുപോലെ തന്നെ ഇന്ത്യയെ പിന്നെ വികസിത രാജ്യമായ എന്ന പട്ടികയിലേക്ക് ഉൾപ്പെടുത്തി, വികസ്വര രാജ്യം എന്ന പട്ടികയിൽ നിന്ന് വെട്ടി വികസിത രാജ്യമാക്കി. അതിലൂടെയും നമുക്ക് ഒരുപാട് ടാക്സ് ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി. റഷ്യയിൽ നിന്ന് നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ സമയത്ത് പാകിസ്ഥാൻ ആക്രമണത്തെ ഫലപ്രദമായി നമുക്ക് ചെറുക്കാൻ കഴിഞ്ഞത് റഷ്യയിൽ നിന്ന് വാങ്ങിച്ച S-400 ട്രയംഫ് എന്ന് പറയുന്ന മിസൈലാണ്. ആ മിസൈൽ വാങ്ങുന്നതിനെ കാറ്റ്സ എന്ന് പറയുന്ന നിയമം ഉപയോഗിച്ചുകൊണ്ട് നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനായിട്ട് അന്ന് തയ്യാറായി നിൽക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഈ പറഞ്ഞ തരത്തിലൊക്കെയുള്ള നിരവധി ദ്രോഹകരമായ തീരുമാനങ്ങൾ എടുത്തതിന്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ ഇപ്പോ അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ. ആ തീരുമാനങ്ങളെല്ലാം നമുക്കറിയാം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ ക്രെംലിന്റെ ലോൺഡ്രോമാറ്റാണ്. അതായത് ക്രെംലിൽ നിന്ന് എണ്ണ വാങ്ങിച്ചുകൊണ്ട്, അതായത് കള്ളപ്പണം വെളുപ്പിക്കുന്ന പോലെ എണ്ണ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ അതിന് പൈസ കൊടുത്തുകൊണ്ട് റഷ്യയെ യുക്രൈനെതിരെ യുദ്ധം നടത്താനായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. അതായത് മോഡീസ് വാർ, റഷ്യ യുക്രൈൻ നടക്കുന്ന യുദ്ധത്തെ മോഡീസ് വാർ, മോഡിയുടെ യുദ്ധം എന്നാണ് വിശേഷിപ്പിച്ചത്. അങ്ങനെ നിരവധി ഏതെല്ലാം തരത്തിൽ ഇന്ത്യയെ ആക്ഷേപിക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ട്രംപും അദ്ദേഹത്തിന്റെ പീറ്റർ നവാരോ എന്ന് പറയുന്ന വ്യാപാര ഉപദേഷ്ടാവും. അദ്ദേഹം ആണ് ഏറ്റവും അധികം ആരോപണങ്ങളും ഈ ആക്ഷേപങ്ങളും ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ പറഞ്ഞ തരത്തിൽ ഇന്ത്യ ഒരേ സമയം സുഹൃത്ത്, എൻ്റെ പ്രിയ മിത്രം എന്ന് നമ്മൾ വിളിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അദ്ദേഹം, ഈ ട്രംപ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്നലെ ബഹുമാന പ്രധാനമന്ത്രി പറഞ്ഞു, നമ്മൾ ഒരു കാരണവശാലും ഒരു രാജ്യത്തെയും ആശ്രയിക്കരുത്, ഈ മറ്റുള്ളവരെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ആവശ്യത്തിലധികം ആശ്രയിച്ചു എന്നുള്ളതാണ്. അത് ഇന്ത്യ ഭരണകൂടം മനസ്സിലാക്കിയിരിക്കുന്നു, ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഒന്നിനു പുറകെ ഒന്നായി ഇന്ത്യയെ ദ്രോഹിക്കുന്ന തീരുമാനങ്ങളാണ് ഈ അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്നത്.